നമസ്തേ. സോഷ്യൽ മീഡിയയുടെ വളർച്ചയ്ക്കൊപ്പം രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പുതിയ തലങ്ങളിലേക്ക് കടന്നു വരികയാണ്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനായുള്ള ഗൂഢാലോചനകൾ നടക്കുന്നു എന്ന തരത്തിലുള്ള നിരവധി പോസ്റ്റുകളും വീഡിയോകളും കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചില വ്യക്തികളെയും സംഘടനകളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും വിദേശ ഫണ്ടിങ്ങുമായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെടുത്തി നിരവധി അവകാശവാദങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അവയിൽ പലതിനും ഔദ്യോഗിക സ്ഥിരീകരണമോ നിയമപരമായ തെളിവുകളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ ആരോപണങ്ങളും വസ്തുതകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് പരിശോധിക്കാം. രാഷ്ട്രീയമായി അതീവ ചൂടുപിടിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയ പലപ്പോഴും വിവരയുദ്ധത്തിന്റെ വേദിയായി മാറാറുണ്ട്. ഒരു വിഭാഗം ആളുകൾ, ചില പ്രവർത്തകരും യൂട്യൂബർമാരും സാമൂഹിക പ്രവർത്തകരും വിദേശ ശക്തികളുടെ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിക്കുമ്പോൾ മറുവിഭാഗം ഇതെല്ലാം രാഷ്ട്രീയ എതിരാളികളെ അപകീർത്തിപ്പെടുത്താനായുള്ള ശ്രമമാണെന്നാണ് പറയുന്നത്. ഇതിനിടെ നിരവധി വ്യക്തികളുടെ പേരുകൾ ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ അവകാശവാദങ്ങളിൽ പലതും സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഒരു വിവരം വൈറലാകുന്നതും അത് സത്യമാകുന്നതും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. ഏതെങ്കിലും വ്യക്തിക്കെതിരെ ഗുരുതര ആരോപണം ഉയർന്നാൽ അത് അന്വേഷിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും അന്തിമ നിഗമനത്തിലെത്തുകയും ചെയ്യേണ്ടത് നിയമനിർവഹണ ഏജൻസികളുടെയും കോടതികളുടെയും ഉത്തരവാദിത്തമാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ഫോർവേഡ് സന്ദേശങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രം ഒരു ആരോപണം സത്യമാണെന്ന് തെളിയിക്കുന്നതല്ല. മാധ്യമ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ ഭിന്നതകൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ വ്യക്തികളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ തെളിവുകളില്ലാതെ പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിൽ കൂടുതൽ വിഭജനത്തിനും അവിശ്വാസത്തിനും കാരണമാകും. സൈബർ നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കൽ, അപകീർത്തികരമായ ഉള്ളടക്കം പങ്കുവയ്ക്കൽ എന്നിവ ചില സാഹചര്യങ്ങളിൽ നിയമ നടപടികൾക്ക് വഴിയൊരുക്കുമെന്നാണ്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വാർത്തകൾ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതിനാൽ ഏതെങ്കിലും വിവരമോ ആരോപണമോ കാണുമ്പോൾ ഉറവിടം പരിശോധിക്കുക, വിശ്വസനീയ മാധ്യമ റിപ്പോർട്ടുകൾ പരിശോധിക്കുക, ഔദ്യോഗിക പ്രസ്താവനകൾ പരിശോധിക്കുക, അന്വേഷണ ഏജൻസികളുടെ വിവരങ്ങൾ ശ്രദ്ധിക്കുക എന്നിങ്ങനെ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ജനാധിപത്യത്തിൽ വിമർശനവും അഭിപ്രായ വ്യത്യാസവും സ്വാഭാവികമാണ്. എന്നാൽ ആരോപണങ്ങളും വസ്തുതകളും തമ്മിലുള്ള അതിർത്തി തിരിച്ചറിയുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുൻപ് അവയുടെ സത്യാവസ്ഥ ഉറപ്പാക്കുന്നത് സമൂഹത്തിന്റെ ആരോഗ്യകരമായ സംവാദ സംസ്കാരത്തിന് അനിവാര്യമാണ്.